തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യാപകമായി സ്ഫോടക വസ്തുക്കൾ കേരളത്തിലേക്ക് എത്തുന്നതിൽ ആശങ്ക. ഒരാഴ്ചക്കിടെ 2 തവണയാണ് മാരക സ്ഫോടക വസ്തുക്കളുമായി എത്തിയ വാഹനം പിടികൂടിയത്. അട്ടിമറി ശ്രമത്തിന്റെ ഭാഗമായാണോ വൻതോതിലുള്ള സ്ഫോടക വസ്തുക്കൾ എത്തിക്കുന്നത് എന്നും സംശയമുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 2 ജില്ലകളിലായാണ് സ്ഫോടക വസ്തുക്കൾ പിടികൂടിയത്. മലപ്പുറം, പാലക്കാട് ജില്ലകളിലാണ് വാഹനത്തിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ പിടികൂടിയത്. മലപ്പുറത്ത് ഉള്ളിച്ചാക്കിൽ നിന്നും പാലക്കാട് തണ്ണിമത്തൻ കൊണ്ടുവരുന്ന വാഹനത്തിൽ നിന്നുമാണ് വൻതോതിലുള്ള സ്ഫോടക വസ്തു ശേഖരം കണ്ടെത്തിയത്. തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നായി സ്ഫോടക വസ്തുക്കൾ എത്തിക്കുന്നതായിട്ടാണ് വിവരം. ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ ഇതുവരെ അധികൃതർക്ക് സാധിച്ചിട്ടില്ല. സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവന്നത് ആർക്കു വേണ്ടിയാണെന്നതിലും എന്തിനു വേണ്ടിയാണെന്നതിലും ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. വൻതോതിൽ കേരളത്തിലേക്ക് സ്ഫോടക വസ്തുക്കൾ എത്തിക്കുന്നതിന് പിന്നിൽ അട്ടിമറി സാധ്യതയുണ്ട് എന്നാണ് സംശയം. നിരോധിത ഇസ്ലാമിക ഭീകര സംഘടനകളുടെ പ്രവർത്തനം ഇപ്പോഴും രഹസ്യമായി നടക്കുന്നതായി സംശയമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണോ സ്ഫോടക വസ്തുക്കൾ എത്തിക്കുന്നത് എന്ന സംശയവും ഉയരുന്നുണ്ട്. സംസ്ഥാനത്ത് അട്ടിമറി ലക്ഷ്യം വെച്ചാണോ സ്ഫോടക വസ്തുക്കൾ കയറ്റിവിടുന്നത് എന്നതും പോലീസ് അന്വേഷിക്കും. സംഭവത്തിലെ ദുരൂഹതയും ആശങ്കയും പരിഹരിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ജനം, തിരുവനന്തപുരം.